വിയന്നയിൽ സർക്കാർ ധനസഹായത്തോടെ ക്രൈസ്തവ വിശ്വാസത്തെ അങ്ങേയറ്റം നിന്ദ്യമായി അവഹേളിക്കുന്ന രീതിയിൽ എക്സിബിഷൻ. പ്രദർശനത്തിൽ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വികൃത രൂപങ്ങൾ ചിത്രീകരിച്ച് കടുത്ത നിന്ദാപരമായ പ്രവൃത്തികളാണ് അരങ്ങേറിയത്. യു ഷാൽ മേക്ക് യുവർസെൽഫ് ആൻ ഇമേജ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം തികഞ്ഞ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളുടെ അവഹേളനമായാണ് മാറിയത്. വിയന്നയിലെ കുൻസ്റ്റലർ ഹൗസിന്റെ പ്രവേശന കവാടത്തിൽ എക്സിബിഷന്റെ കേന്ദ്രമായി ജനശ്രദ്ധ ആകർഷിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ വികലമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു ശിശുവിനെയും കൈകളിൽ വഹിച്ച് താടിയുള്ള ഒരു പുരുഷ കഥാപാത്രമായി പരിശുദ്ധ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നു. തുടർന്ന് പ്രദർശനത്തിലെ ഓരോ ദൃശ്യങ്ങളും തികഞ്ഞ അവഹേളനത്തിന്റെയും പരിഹാസ്യത്തിന്റെയും ദൃശ്യങ്ങളാണ്. കത്തോലിക്ക ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ DFP സ്റ്റുഡന്റ് ആക്ഷൻ ഈ എക്സിബിഷനെതിരെ കടുത്ത പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. പ്രദർശനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ സംഘടന. പ്രദർശനത്തിലെ കടുത്ത അവഹേളനത്തിന്റെയും ദൈവനിന്ദയുടെയും ഉദാഹരണങ്ങളാണ് നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തെ പരിഹസിക്കുന്ന ക്രൂശിക്കപ്പെട്ട പച്ചത്തവള, കർത്താവിന്റെ വേഷം ധരിച്ച ഒരു താടിക്കാരൻ ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം, കർത്താവിന്റെ പൂർണ്ണ നഗ്നത ചിത്രീകരിക്കുന്ന പിയത്ത പ്രതിമയുടെ ഒരു ചിത്രീകരണം, രക്തം, മൂത്രം, മലം എന്നിവ പുരണ്ട ആരാധനാ വസ്ത്രം എന്നിവ. ക്രിസ്ത്യൻ സംഘടനയായ ക്രിസ്ത്യൻ ഷൂട്ട്സ് പ്രദർശനത്തെ വിമർശിക്കുകയും ഇത് വിശുദ്ധമായ ക്രൈസ്തവ പൈതൃകത്തോടുള്ള മനഃപൂർവ്വമായ നിന്ദയാണെന്ന് അപലപിക്കുകയും ചെയ്തു. മറ്റു മതങ്ങൾക്ക് നേരെ ഇത്തരം പരിഹാസ്യ ചിത്രീകരണങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലെന്നും ക്രിസ്തുമതത്തിന്റെ സത്യവിശ്വാസ മൂല്യങ്ങളെയാണോ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നതെന്നും പ്രസിഡന്റ് ജാൻ ലൊഡോചാവ്സ്കി ചോദ്യമുന്നയിച്ചു. രക്ഷകന്റെ വരവിനായി ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ആഗമന ക്രിസ്മസ് കാലത്ത് തന്നെ ഇത്തരമൊരു പ്രദർശനം ഒരുക്കിയതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് TFP സ്റ്റുഡന്റ് ആക്ഷൻ ഗ്രൂപ്പ് രംഗത്ത് വന്നു. ഓസ്ട്രിയയെ ഒരു രാഷ്ട്രമായി രൂപപ്പെടുത്തിയ വിശ്വാസത്തോടുള്ള ആദരസൂചകമായി പ്രദർശനം പിൻവലിക്കാൻ കുൻസ്റ്റലർ ഹൗസിന്റെ പ്രസിഡന്റിനോട് ഹർജി ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.